പ്രിയരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കാനഡയിലെ കേംബ്രിഡ്ജ് ബട്ടർഫ്ലൈ കൺസർവേറ്ററി എന്ന സ്ഥാപനത്തിലാണ്. ഇവിടെ ചിത്രശലഭങ്ങളുടെ വലിയൊരു ശേഖരമുണ്ട്. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം ഇഴജാതികളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും പക്ഷികളെയും എല്ലാം സൃഷ്ടിച്ചു. അപ്പം ഇഴജാതികളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ വിവിധ ഇനത്തിലുള്ള അതിൻ്റെ വെറൈറ്റീസിനെ സൃഷ്ടിച്ചു. ഇവിടെ ബട്ടർഫ്ലൈയുടെ പല ഇനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് രണ്ട് പേരുകൾ ഞാൻ വായിക്കുക: ക്രാക്കർ, ആട്ടം ലീഫ്, ക്ലിപ്പർ, ജൂലിയ, ബ്ലൂ ആൻഡ് വൈറ്റ്, ഏഷ്യൻ സ്വാലോ ടെയിൽ, ഗോൾഡൻ, ബേർഡ് വിങ് എന്നുവേണ്ട 40-50 ചിത്രശലഭങ്ങളുടെ വലിയൊരു കൂട്ടം ഇവിടെയുണ്ട്. അപ്പോൾ ഈ ചിത്രശലഭങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് 4 സ്റ്റേജുകളാണ് ഉള്ളത്. ഒന്ന്, അതിൻ്റെ മുട്ടയുടെ അവസ്ഥ. 2, കാറ്റർപില്ലറിൻ്റെ അവസ്ഥ. ആ കാറ്റർപില്ലറിൻ്റെ അവസ്ഥയിലാണ് അത് ജീവൻ വെച്ച് 20 തവണ അതിൻ്റെ ഭാരം വർദ്ധിച്ച് പല പ്രാവശ്യം അതിൻ്റെ സ്കിന്നെ കൊഴിച്ചിട്ട് അത് മറ്റൊരു സ്റ്റേജിലേക്ക് പോവുകയാണ്. 3-ാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പൂപ്പയുടെ അവസ്ഥയാണ്. കുറേ ദിവസങ്ങൾ പൂപ്പയുടെ അവസ്ഥകൾ നിൽക്കും. 4-ാമത്തെ അവസ്ഥ, അങ്ങനെ 3-ാമത്തെ അവസ്ഥ കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഒരു ബട്ടർഫ്ലൈ ആയിട്ട് അത് രൂപാന്തരപ്പെടുകയാണ്. ഒരു ബട്ടർഫ്ലൈയുടെ ആയുസ് ഏകദേശം 6 മുതൽ 8 മാസം വരെയുള്ള ആയുസ്സാണ് ദൈവം അതിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ബട്ടർഫ്ലൈസ് നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ ദൈവവചനമായിട്ട് ഇത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതമായിട്ട് ഇത് തട്ടിച്ച് നോക്കുമ്പോൾ ചില അർത്ഥങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ ജീവിതവും ഇതുപോലെ പല അവസ്ഥകളാണ്. ജനനം, സാധാരണ ഒരു മനുഷ്യനായിട്ട് ആദാമ്യ പാപത്തിൽ നമ്മൾ ജനിക്കുന്നു. എല്ലാവരും പാപത്തിൽ ഉരുവായി. എന്നാൽ ആ പാപത്തിൽ ഉരുവായ ശരീരം അല്ലെങ്കിൽ മനുഷ്യൻ വളർന്നു വരുമ്പോൾ ആ പാപത്തിൽ വസിച്ചുകൊണ്ട് ജീവിച്ചാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണത്തിലേക്ക് അങ്ങ് പോകും. എന്നാൽ ഒരുവൻ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടാൽ, യേശു കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ അവനൊരു പുതിയ ജനനം ലഭിക്കുകയാണ്. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ ആദ്യത്തെ ജന്മമുണ്ട്, 2ാമത് ജന്മം അവിടെ കാണുകയാണ്. പുതിയ ജന്മം, അത് ക്രിസ്തുവിലുള്ള ജന്മമാണ്. ക്രിസ്തുവിലുള്ള ജന്മം പ്രാപിച്ചവർക്ക് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഓരോ ദിവസവും ഭക്ഷണവും പാനീയവും ഒക്കെ തന്ന് വളർന്നു വന്ന് ആ ഒരു ശിശുവായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ആ ശിശു ദൈവത്തിൻ്റെ വചനം ഭക്ഷിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് ഓരോ ദിവസവും വളർന്ന് അവൻ ബാല്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരിടത്ത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അവനെ അത് വിട്ടുമാറുകയില്ല. അപ്പോൾ ബാല്യത്തിലും ദൈവവചനം അഭ്യസിച്ച് പഠിച്ച് പരിശീലിച്ച് നാം വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പോവുകയാണ്. ആ യൗവനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരിടത്ത് എഴുതിയിരിക്കുന്നു, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് യൗവനകാലം. ഏറ്റവും കൂടുതൽ തന്നിഷ്ടപ്രകാരം ജീവിക്കുവാനും പാപത്തിൻ്റെ വഴികളെ തിരഞ്ഞെടുക്കുവാനും പറ്റുന്ന ഒരു സ്റ്റേജാണ്. വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യുവാനാണ് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ ദിവസവും യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഓരോ ദിവസവും ഓരോ നിമിഷവും ഓർത്ത് യാത്ര ചെയ്ത് യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. മധ്യവയസ്ക കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നു. എന്നാൽ വാർദ്ധക്യത്തിൽ നരയിലും ദൈവം അവരെ സൂക്ഷിക്കുന്നു. തിരുവചനത്തിലെ അവസാന പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് ആ ഒരു യാത്ര, നമ്മുടെ ഈ പരദേശ പ്രയാണ യാത്ര, വാർദ്ധക്യം കഴിഞ്ഞിട്ട് ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ നിത്യതയിലേക്കുള്ള യാത്രയാണ്.
ആ നിത്യത നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കർത്താവിൻ്റെ അരികിലാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം താൻ അവരുടെ കൂടാരമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയുന്നു. കഷ്ടത ഇനി ഉണ്ടാകത്തില്ല, മറുപടി ഉണ്ടാകത്തില്ല, കണ്ണുനീരുണ്ടാകത്തില്ല. സൂര്യൻ അവിടെ പ്രകാശിക്കേണ്ട ആവശ്യമില്ല, ചന്ദ്രൻ അവിടെ വെളിച്ചം പകരേണ്ട ആവശ്യമില്ല. എല്ലാം ദൈവമാണ്. അപ്പോൾ ഓരോ സ്റ്റേജുകളാണ്. എന്നാൽ ജീവനോടിരിക്കുന്ന നമ്മുടെ ഇടയിൽ നാം ജീവനോടിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ അവനോടൊപ്പം നാം ആ കാഹളം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ എടുക്കപ്പെടും. പെട്ടെന്ന് നാം കർത്താവിനോടൊപ്പം ചേരും. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ ആ സ്റ്റേജാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പറന്നു പോകുക എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഭൂമിയിൽ നിന്ന്, ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവുള്ള ജനം പറന്ന് 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 ഉയരത്തിലേക്ക്, കർത്തൃസ്ഥാനത്തിലേക്ക് ചെല്ലുവാനിടയായിത്തീരും. ഒരു വിശുദ്ധൻ്റെ പ്രാണൻ, അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ്റെ ആത്മാവ്, ഒരു വിശുദ്ധൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള യാത്രയാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമ്മളൊന്നുമില്ലാതെ ഭൂമിയിൽ വന്നു. എന്നാൽ എല്ലാം ഉള്ളവരെ പോലെയാണ് ഉയരത്തിലേക്ക് പോകുന്നത്. കാരണം ഈ ഭൂമിയിൽ വെച്ച് കർത്താവിന് വേണ്ടി നാം അധ്വാനിക്കുന്ന ഓരോ നന്മയ്ക്കും, ഓരോ കാര്യത്തിനും അതിനുള്ള പ്രതിഫലം കിട്ടാതെ വരികയില്ല. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് ഈ ഭൂമിയിലല്ല, സ്വർഗത്തിൽ നമ്മുടെ സ്ഥിരമായിട്ടുള്ള സമ്പത്തുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ഉത്സാഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റൊരാൾക്കും ഷെയർ ചെയ്യുക. ആമേൻ, ആമേൻ, ആമേൻ.